ഞങ്ങൾ തഞ്ചാവൂർ പോവാണ്. അപ്പോ ഞങ്ങൾ ട്രെയിൻ കയറി. പിന്നെ ഭയങ്കര തിരക്കുള്ള ട്രെയിനാണ്. പക്ഷെ ഞങ്ങൾക്ക് ലേഡീസ് ഓൺലിന്റെ സീറ്റ് കിട്ടും. ഞങ്ങളിപ്പോ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഈ വ്ളോഗിൽ തഞ്ചാവൂർ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഞങ്ങൾ 5:30 ട്രെയിനിന് കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിക്കും, പിന്നെ അവിടുന്ന് 12:30 ട്രെയിന് തഞ്ചാവൂർക്കും പോയി. രണ്ടും ജനറലിലാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചേ ഇല്ലേന്നു. സാഹസികമായി ചേച്ചിയൻ കുഞ്ഞായി ഓടിച്ചാടി രണ്ടാൾക്കാരും വരുന്നു. പക്ഷെ കാണുന്നില്ലല്ലോ. 2 ദിവസം മുമ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് കൊണ്ടും ഉണ്ണിയും വാവച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകുമ്പോൾ ജനറലിൽ പോകുന്നത് കൊണ്ടും ഞങ്ങൾ അധികം ഓർക്കാണ്ട് ജനറൽ ടിക്കറ്റാണ് എടുത്തത്. അത് വേണ്ടേന്ന് വന്ന് ഞങ്ങൾക്ക് കോയമ്പത്തൂർ നിന്നുള്ള ട്രെയിൻ യാത്രയിലാണ് മനസ്സിലായത്. മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഒന്നാമത്തത്. പിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ലേഡീസ് മാത്രമല്ല ജെൻസും കയറുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, സ്റ്റോറി ടൈം. ഞങ്ങൾ 6 മണിക്ക് തഞ്ചാവൂർ സ്റ്റേഷനിലെത്തി. ശരിക്കും ഈ സ്റ്റേഷനിൽ തന്നെ കുറച്ച് പൈസ കൊടുത്താൽ 20 രൂപ എങ്ങാനും കൊടുത്താൽ ഡ്രസ്സ് മാറ്റാനും ബാത്റൂമിനൊക്കെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് സൗകര്യമുണ്ട്. നല്ല വൃത്തിയുണ്ട് അവിടെ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ വൃത്തിയും പ്രൈവസിയും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് റൂം എടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ ചെയ്ത സെക്കൻഡ് മിസ്റ്റേക്ക്. അമ്പലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഓട്ടോ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ തന്നെ സംഭവിച്ചു. അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 30 രൂപൻ്റെ ഓട്ടത്തിന് 100 രൂപ വാങ്ങിച്ചു. അതെ, അയാൾ ഞങ്ങളെ പറ്റിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം റൂം തപ്പി നടന്നു. അതാണ് നെക്സ്റ്റ് പ്രശ്നം. അവിടെ എവിടെ നല്ല ഹോട്ടലൊന്നുമില്ല. ഒക്കെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സ് ആണ്. അകത്തേക്ക് കയറുന്ന വഴി കണ്ടാലിനെ പേടിയാവും. പിന്നെ നല്ല ഹോട്ടൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ അതൊക്കെ കുറച്ച് ദൂരത്താണുള്ളത്. ഞങ്ങൾ സാരിയാണ് എടുക്കുന്നത്. ആർക്കും സാരി ഒറ്റയ്ക്ക് എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ റോഡിന് അടുത്ത് തന്നെയുള്ള ഒരു പഴയ ഹോട്ടലിൽ കയറി. ഞങ്ങളെപ്പോലെ അമ്പലത്തേക്ക് വന്നൊരു ഫാമിലി അവിടെ കയറുന്നത് കണ്ട ഒരു ആശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതൊരു വളരെ ശോഷിച്ച ഒരു പഴയ ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൽ അവർ മണിക്കൂറിന് 600 രൂപയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഒരു വിധത്തിൽ സാരി എടുത്ത് എങ്ങനെയൊക്കെ 1.5 മണിക്കൂറിൽ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 8:30 ആയപ്പോൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അവിടെ ബാഗും ചപ്പലൊക്കെ വെക്കാൻ സൗകര്യമുണ്ട്. അതെല്ലാം അവിടെ വെച്ച് വന്നിട്ടാണ് ഞങ്ങൾ മുല്ലപ്പ് വെച്ചത്. പിന്നെ അമ്പലത്തിൽ തൊഴുതു. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ തഞ്ചാവൂർ പാലസിലേക്ക് പോയി. പാലസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും അത്യാവശ്യം ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ബിരിയാണി കഴിക്കാനാണ്. ഞങ്ങൾ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് തേവേഴ്സ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് പോയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ഹാഫ് ബിരിയാണിക്ക് അവിടെ 220 റുപ്പീസൊക്കെയാണ് ഉണ്ടായത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചുറ്റി നടന്നു. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോന്നു. അപ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമും നല്ല വാഷ്റൂമും പിന്നെ AC വെയിറ്റിംഗ് ഹാളൊക്കെ അവിടെ കണ്ടത്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. റെയിൽവേ സ്റ്റേഷൻ എത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യത്തെ പണി സ്ലീപ്പർ ബുക്ക് ചെയ്യലായിരുന്നു. ഇന്നലത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചത് തിരിച്ചു പോകുമ്പോൾ എന്തായാലും സ്ലീപ്പറിൽ പോകണമെന്ന്. ട്രെയിൻ വരാനുള്ള ഒരു സമയമായപ്പോൾ ആ സ്ഥലത്തൊരു സ്കൈയും പിന്നെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ാണ് തഞ്ചാവൂർ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്. സൂപ്പർ. എന്താണ് കുഞ്ഞായി എനിക്ക് തഞ്ചാവൂർ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? എക്സ്പെഷ്യലി വേറെ സ്റ്റേറ്റിലോട്ട്. ഇല്ലാണ് ഇന്നത്തെ ഭയങ്കര വെയിലായിരുന്നു.
നിങ്ങളുള്ള തഞ്ചാവൂര് വേറെ, ഞങ്ങൾ വേറെ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്രതീക്ഷിച്ച അത്ര ഹൈ എക്സ്പെക്ടേഷൻ. That's our evaluation. ഞങ്ങള് So everyone, thanks for watching this video. If you like my videos, don't forget to subscribe to my channel. Thank you.